ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടം മെയ് 25-നാണ്. ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഹരിയാനയിലെ 10 മണ്ഡലങ്ങളിലേക്ക് ഉൾപ്പെടെ 58 സീറ്റുകളിലേക്കാണ് 6ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ 10-ൽ 10 സീറ്റും നേടിയത് BJP ആയിരുന്നു. എന്നാൽ ഇത്തവണ കർഷക പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ. ഹിന്ദി മേഖലയിലെ ശക്തികേന്ദ്രമായ ഹരിയാനയിൽ BJPയുടെ അടിത്തറ ഇളകുന്നു എന്ന് വേണം പറയാൻ. ഇക്കുറി അഗ്നി പരീക്ഷയാണ് നേരിടുന്നത് എന്ന് BJP ക്യാമ്പിന് നല്ല ബോധ്യമുണ്ട്. 2014-ലും 2019-ലും സംസ്ഥാനം BJP തൂത്തുവാരിയിരുന്നു. ഹരിയാന ഭരിക്കുന്നത് തങ്ങളാണെന്ന ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് BJP ലോക്സഭാ ഗോദയിലേക്ക് ഇറങ്ങുന്നത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP JJPയെ കൂട്ടുപിടിച്ചായിരുന്നു അധികാരം പിടിച്ചെടുത്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കെ ഹരിയാന സർക്കാരിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം BJP ക്യാമ്പിൽ ആകെ ആശങ്ക പരത്തി. ഇതിനിടെയാണ് BJP സർക്കാരിനെ താഴെ ഇറക്കാൻ JJP കോൺഗ്രസിനോടൊപ്പമാണെന്ന് ഹരിയാന ഉപമുഖ്യമന്ത്രിയായിരുന്ന ദുഷ്യന്ത് ചൗതാല പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ദുഷ്യന്ത് ചൗതാല നയിക്കുന്ന JJPയും BJPയും തമ്മിലിടഞ്ഞതും ബന്ധം വഷളായതും. ഇതിനോടൊപ്പം ഭരണവിരുദ്ധ വികാരവും കർഷകരുടെ പ്രതിഷേധവും കോൺഗ്രസ് ഉയർത്തുന്ന വെല്ലുവിളിയും BJPക്ക് മുന്നിലുണ്ടാക്കിയത് കടുത്ത പ്രതിസന്ധിയാണ്. അംബാല, കുരുക്ഷേത്ര, സിർസ, ഹിസാർ, കർണാൽ, സോനിപത്ത്, റോഹ്തക്, ഭിവാനി, മഹേന്ദ്രഗഡ്, ഗുഡ്ഗാവ്, ഫരീദാബാദ് എന്നിവയാണ് ഹരിയാനയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ. കോൺഗ്രസ് 9 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ AAP കുരുക്ഷേത്രയിലെ ഏക സീറ്റിലാണ് മത്സരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനെ BJP കർണാൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുമ്പോൾ കുരുക്ഷേത്രയിൽ ജനവിധി തേടുന്നത് വ്യവസായി നവീൻ ജിണ്ടാലാണ്. പഞ്ചാബിൽ ആം ആദ്മിയെ തറപറ്റിച്ച് കാവിക്കൊടി ഉയർത്താനൊരു മോഹം BJPക്കുണ്ടായിരുന്നു. കേജ്രിവാളിന്റെ അറസ്റ്റും വീരോചിതമായ ജയിൽ മോചനവും ആ പ്രതീക്ഷയ്ക്കേറ്റ ഒരു കനത്ത അടിയാണ്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളും ജൂൺ 1-ന് പോളിംഗ് ബൂത്തിലെത്തും. കർഷക പ്രതിഷേധം ആളിക്കത്തുന്നതിനോടൊപ്പം പഞ്ചാബിൽ ഖാലിസ്ഥാനികളും BJPക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചാബ് സന്ദർശനത്തിന് മുൻപ് പട്ടിയാലയിൽ പലയിടത്തും ഖാലിസ്ഥാനി മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മോദിയുടെ പ്രചാരണ റാലിയിൽ കരിങ്കൊടി കാണിക്കുമെന്ന് കർഷക സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ കാർഷിക നയങ്ങൾ പഞ്ചാബിലെ കർഷകർക്ക് വേണ്ടിയാണെന്നും ആം ആദ്മി സർക്കാർ വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ലെന്നും BJP ആരോപിക്കുന്നു. പഞ്ചാബിന്റെ വികസനത്തിന് BJP എന്നാണ് അവരുടെ മുദ്രാവാക്യം. എന്നാൽ കർഷകരുടെ രോഷാഗ്നിയിൽ BJPയുടെ അടവുകൾ ഫലിക്കുന്നില്ലെന്ന് വേണം വിലയിരുത്താൻ. ഞങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക.